സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് സിപ്പപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, നമ്മുടെ മിൽമയുടെ സിപ്പപ്പ്. അപ്പോൾ ഞാൻ ഇതിൽ രണ്ടെണ്ണം എടുത്തിട്ട് ബാക്കി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ആക്രാന്തത്തിൽ തന്നെ ഞാൻ വേഗം ഒരെണ്ണം പൊട്ടിച്ച് കുടിച്ചു കേട്ടോ. അപ്പം ഞാൻ മുന്നേ ചായക്കൂടിയൊക്കെ എൻ്റെ കഴിഞ്ഞതായിരുന്നു കേട്ടോ, ഞാനിങ്ങനെ കുളിച്ചിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ അച്ഛൻ തണ്ണിമത്തനൊക്കെ മുറിച്ച് വെക്കാൻ കേട്ടോ. അമ്മ ഇതാ മീൻ വറുക്കേണ്ട തിരക്കിലാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉള്ളിച്ചമ്മന്തി അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതേ 3 പേരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ കൈ നൈസായിട്ട് മീൻ്റെ മുള്ളിൽ കൊണ്ടിട്ട് കുറച്ച് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ കഞ്ഞി കുടിച്ചു ഗൈസയ്ക്ക്. ഇപ്പോൾ കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ആണ്. കഞ്ഞിയും ഇങ്ങനെ എരിവുള്ള ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ അതും കൂട്ടിയിട്ട് ഞാൻ നന്നായി കഞ്ഞി കുടിച്ചു. പിന്നെ കുറച്ച് നേരം കെടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടെഡി ബിയർ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് ശേഷം സ്റ്റിച്ച് വിട്ടു തുടങ്ങി ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എത്തി. അവർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയിപ്പോൾ അമ്മച്ചനും കൂടിയിട്ട് ഇതേ പറമ്പിക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കൊള്ളി പറിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഞാൻ പറയുന്നു. പക്ഷേ ആദർശേട്ടൻ വന്നിട്ട് പറിക്കാമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരെണ്ണം അമ്മ പറിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേരായി എൻ്റെ അടുത്ത് പറയണു കമ്മലും മാലയൊക്കെ ഇട്ട് നടക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലും മാലയൊക്കെ ഇട്ട് നടക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലും മാലയും ഒന്നും ഇടാറില്ല. പിന്നെ ഇതാ ഇവരിങ്ങനെ വാഴയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നിറച്ച ഓരോ സാധനങ്ങളുണ്ട് ഗൈസ് പറമ്പിൽ. അരിനെല്ലിക്ക, പിന്നെ ഇരുമ്പാമ്പുളി, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ തേനീച്ച ഇതൊരു കമ്പുമ്പോൾ അങ്ങനെ കൂടി കൂട്ടിയിരിക്കുന്നു. അങ്ങനെ അച്ഛൻ കൊള്ളി പറിച്ചു വിട്ടാ. പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇതാ കുറേ നേരം ഞാൻ അങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഞാൻ അമ്മയും കുറച്ച് നേരം ഇങ്ങനെ പറമ്പ് കൂടിയൊക്കെ നടന്നു. പിന്നെ അമ്മ അതൊക്കെ പൊട്ടിച്ച് സെറ്റാക്കാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് കൃഷിയുടെ കുറച്ച് പ്രാന്ത് കൂടിയിട്ടുണ്ട്. കാരണം മുന്നേ ഒന്നും നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇതാ തക്കാളിയൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കായ്ക്കൊല വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വേഗം തന്നെ പോയിട്ട് ഇതേ കപ്പിയൊക്കെ നന്നാക്കി എനിക്ക് പുഴുങ്ങി തരാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ. 2 ദിവസം മുന്നേ എനിക്ക് തങ്കച്ചമ്മ പറഞ്ഞിട്ട് അച്ഛമ്മ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഈ കൊള്ളി പുഴുങ്ങിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ തൊട്ട് ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കണം. അതും നല്ല വേവുള്ളൊരു കൊള്ളിയായിരുന്നു. നമ്മുടെ അതെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയ പടയെ ഞാൻ എന്താ കട്ടൻ ചായയും കൊള്ളിയും ചമ്മന്തിയൊക്കെ മുക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെട്ടം സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ എല്ലാം ഞാൻ കഴിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.